അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തൊക്കെയാണ് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല റാഹത്തല്ലേ? ചങ്കൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ജോബ് വേക്കൻസി ഉണ്ട്. ലൊക്കേഷൻ നമ്മളെ റിയാദിൽ. ഓക്കെ, അപ്പോൾ വേക്കൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ വീഡിയോ ചെയ്യലൊക്കെ ഇപ്പോൾ കുറവാണ്. കൂടുതൽ വേക്കൻറ്റുകൾ നമ്മൾ ജോബ് വേക്കൻസി കോൺടാക്ട് നമ്പറില്ല സ്റ്റാറ്റസിലാണ് ഷെയർ ചെയ്യൽ. കാരണം അതിലൊരു 8-10,000 കോൺടാക്ട് നമ്പറും ഉണ്ട്, ഒരു 12,500 ആളുകൾ സ്റ്റാറ്റസ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ ജോബ് വേക്കൻസി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോസ്റ്റ് കടയ്ക്ക് 2 വേക്കൻസി ഉണ്ട്. ബ്രോസ്റ്റ് മുഅല്ലിമിനല്ല കേട്ടോ വേണ്ടത്, എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട. അവർ പുതിയ ആളുകളെ 2 ആളെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ള 25-40 വയസ്സിനകത്തുള്ള ആളുകൾ മെസ്സേജ് അയക്കുക. അവിടെ ക്ലീനിങ് ഉണ്ടാവും, കട്ടിങ് ഉണ്ടാവും. ഓക്കെ, അത് ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കാരണം തെനാസിലെടുക്കൂല. അവർ സാലറി പറഞ്ഞിട്ടുള്ളത് 2,400 റിയാൽ സാലറിയും റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. അപ്പോൾ തെനാസിലെടുക്കൂല, ഇക്കാമ വാലയുടെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നിങ്ങൾ റിയാദിൽ ആരെങ്കിലുമൊക്കെ ജോലി ഇല്ലാതെ നിൽക്കണവരുണ്ടെങ്കിലേ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ കോൺടാക്ട് നമ്പർ 9895-331-557 9895-331-557. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് വേക്കൻസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ തീർച്ചയായിട്ടും ആ നമ്പർ സേവ് ചെയ്യും. നിങ്ങൾക്ക് സ്റ്റാറ്റസ് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗദിയിൽ വരുമ്പോൾ നാട്ടിൽ നിന്ന് പുതുതായിട്ട് വരിക, ഇനിയിപ്പോൾ പഴയതാണ്, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എക്സിറ്റ് അടിച്ച് പോയി അല്ലെങ്കിൽ റീ എൻട്രിക്കോ പോയി എന്താ ചെയ്യുക, അങ്ങനെ ഒരുപാട് സംശയമുള്ള ആളുകളുണ്ട്. അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം പിന്നെ സാലറി ഇല്ല, മാറണം, ഇക്കാമ അടിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോരുക. കാരണം നമ്മൾ കുറച്ച് ആളുകൾ, കൂടുതൽ ആളുകളൊന്നുമില്ല. നമ്മൾ സൗദിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അയൽവാസി പോലും അറിയാതെ ചില ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരാണ് കൂടുതൽ ഇവിടെ വന്നിട്ട് പെടുന്നത്. അപ്പോൾ അയൽവാസികളൊക്കെ സൗദിയിലുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി വിസനെപ്പറ്റി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മുകളിൽ ഞാൻ കൊടുത്ത വോയിസിലാണ് പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫ്രീ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ തരണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് ചെവിക്കുമായി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കയറി വരുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ആളുകൾ പല വഴിക്ക് എക്സിറ്റ് അടിച്ച് പോയ ആളുകളൊക്കെ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാതെ വരുന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ വിസ സ്റ്റാമ്പ് ചെയ്യാൻ വിടുമ്പോൾ വിസകൾ കൂടുതൽ റിജക്റ്റ് ആവുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോയിലല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.